വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെൻസിറ്റീവായ ഡാറ്റ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ബിറ്റ് ലോക്കർ എനേബിൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഈ രണ്ട് ടൈപ്പിലുള്ള എൻക്രിപ്ഷൻസ് ഉണ്ട്. ഒന്ന് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ വഴി, അതായത് ഹാർഡ്വെയർ വഴി. രണ്ടാമത്തൊന്ന് സോഫ്റ്റ്വെയർ ബേസ്ഡ് എൻക്രിപ്ഷൻ. അപ്പോൾ അതിനായി നമ്മുടെ ഡിവൈസ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഡിവൈസ് മാനേജറിൽ പോയി അതിൽ വന്ന് സെക്യൂരിറ്റി ഡിവൈസസ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ TPM വെർഷൻ 2 ഈ മൊഡ്യൂൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്കിത് ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിനായിട്ട് നമുക്ക് നമ്മുടെ കൺട്രോൾ പാനലിൽ പോവാം. കൺട്രോൾ പാനലിൽ പോയതിന് ശേഷം ബിറ്റ് ലോക്കർ എൻക്രിപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ സി ഡ്രൈവ് ഉണ്ട്, D ഡ്രൈവ് ഉണ്ട്. രണ്ടും നമ്മൾ ബിറ്റ് ലോക്കർ ഓഫായിട്ടാണ് കാണിക്കുന്നത്. അതിനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ചോദിക്കുന്നത് സേവ്. നമ്മുടെ ഈ റിക്കവറി കീ, അതായത് ഇത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒരു റിക്കവറി കീ ജനറേറ്റ് ചെയ്യും. അതിന് നമുക്ക് എവിടെ സേവ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ വന്ന് നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ. ഇപ്പോൾ ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ ഇമെയിൽ അക്കൗണ്ട് അതിലേക്ക് ഡംപ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്, ഉദാഹരണമായിട്ട് നമ്മുടെ ഔട്ട്ലുക്ക് അക്കൗണ്ട്, അതായത് outlook.com അക്കൗണ്ടുകൾ ആണെങ്കിൽ നമുക്ക് ആ മെയിലിലേക്ക് നമുക്ക് ഡംപ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ വന്ന് നമുക്ക് സേവ് ചെയ്യാൻ, നമുക്ക് പെൻ ഡ്രൈവിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. അതായത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ കീ നോക്കിയിട്ട് നമുക്കത് റിക്കവറി ഓപ്ഷൻ, നമുക്ക് റിക്കവറി ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ബ്ലൂ സ്ക്രീൻ വരികയാണ്. ആ ബ്ലൂ സ്ക്രീനിലാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് ഓപ്ഷൻസ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പെൻ ഡ്രൈവിലിരിക്കുന്ന ഡാറ്റ അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സേവ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് ഈ ഡാറ്റ വന്നിട്ട് നമ്മുടെ യൂസ് ചെയ്തുള്ള സ്പേസിന് മാത്രം ഇത് ചെയ്യുന്നത്, എൻ്റെ ഡ്രൈവിന് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളത് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങാണ്. ഇത് പിന്നെ അടുത്ത ഓപ്ഷനിൽ വന്നിട്ട് ഈ എൻക്രിപ്ഷൻ മോഡിനെ കുറിച്ചിട്ടാണ്. പുതിയ എൻക്രിപ്ഷൻ വേണോ അതോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള എൻക്രിപ്ഷൻ മോഡ് വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങായി. പിന്നെ ഈ റൺ ബിറ്റ് ലോക്കർ സിസ്റ്റം ചെക്ക് എന്നുള്ള ടിക്ക് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുക. എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിൽക്കുമ്പോൾ ഇത് ഈ പ്രോസസ്സ് റണ്ണായിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലിരിക്കുന്ന ഡാറ്റ കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിറ്റ് ലോക്കർ എൻക്രിപ്ഷൻ ആ പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ 43% ഉള്ളൂ. ഇത് കുറച്ച് സമയം എടുക്കും. ഇനിഷ്യലി പെട്ടെന്ന് മൂവ് ചെയ്യുമെങ്കിലും അത് കുറച്ച് സമയം എടുത്തിട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടറിലിരിക്കുന്ന ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ എൻക്രിപ്ഷൻ ടൈപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാരലായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ ഡിവൈസ് നമ്മുടെ ബയോസിനെ കുറിച്ചിട്ടുള്ള അതിനിടയ്ക്ക് നമുക്ക് ഇതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്, സോഫ്റ്റ്വെയർ ബേസിൽ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് gp-edit.msc സ്റ്റാർട്ട് റണ്ണിൽ പോയിട്ട് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഓപ്ഷനെ നമ്മുടെ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ വിൻഡോസ് കമ്പോണൻസ് കിട്ടുന്നതാണ്. ആ വിൻഡോസ് കമ്പോണൻസിൽ വന്നിട്ട് ബിറ്റ് ലോക്കർ ഡ്രൈവ് എൻക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡ്രൈവ്സ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് റിക്വയർ അഡീഷണൽ ഓതൻറ്റിക്കേഷൻ അറ്റ് സ്റ്റാർട്ടപ്പ് ഇത് വന്നിട്ട് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ വന്നിട്ട് ഈ നമ്മുടെ മോഡ്യൂൾ ഇല്ലാതെ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ളത്. നമുക്ക് എലോ ബിറ്റ് ലോക്കർ വിത്തൗട്ട് എ കോമ്പാറ്റബിൾ TPM എന്നുള്ളത് നമ്മുടെ സ്റ്റാർട്ടപ്പിൽ
ഇതില്ലാതെ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാം. അപ്പോൾ അത് ഒരു USB ഫ്ലാഷ് ഡ്രൈവിലായിരിക്കും നമ്മുടെ ഡാറ്റ നമുക്ക് ഇത് ചെയ്യുന്നത്, ഇത് ഡാറ്റ കയറി പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതായത് പെൻ ഡ്രൈവിലേക്ക് ഡാറ്റ കയറുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ റിക്കവറി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ ബേസ്. അത് TPM മോഡ്യൂൾ നമ്മുടെ ഹാർഡ്വെയർ നമ്മുടെ കയ്യിലില്ലാതെ നമുക്കിതിനെങ്ങനെ ഇതിനെ എനേബിൾ ചെയ്യാം, അത് BitLocker എങ്ങനെ എനേബിൾ ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഗ്രൂപ്പ് പോളിസി ഡൊമൈനിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ സെൻട്രലൈസ് ചെയ്യാൻ സാധിക്കും ഇതിനെ. ഓക്കെ, ഗ്രൂപ്പ് പോളിസി മുഖേന. അപ്പോൾ അടുത്തത് നമുക്ക് ബയോസിൽ ഇതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ബയോസിൽ കോൺഫിഗറേഷൻ ഇതിൽ കാണാൻ സാധിക്കും, TPM മോഡ്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ബൂട്ട് ഓപ്ഷനിൽ നമുക്ക് UEFI ബൂട്ട് ഓർഡർ കാണാം. ഇത് നമ്മുടെ ആവശ്യമാണ്. ഇതില്ലെങ്കിൽ തന്നെ നമ്മുടെ ബയോസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ മോഡൽ നമുക്ക് ലഭിക്കുന്നതാണ്. ബയോസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ UEFI മോഡ്യൂൾ ഇതൊക്കെ നമുക്ക് എനേബിൾ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഇത് എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി ഇവിടെ കാണാൻ സാധിക്കും. ആ ഡ്രൈവിൻ്റെ ഒരു ലോക്ക് ഓപ്പൺ ചെയ്തുള്ള ഒരു എംബ്ലം കാണുന്നില്ലേ, BitLocker ഓൺ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഡ്രൈവിന് നമുക്ക് BitLocker നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിൽ നമുക്ക് സസ്പെൻഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ ബാക്കപ്പ്, അതുപോലെ എല്ലാ ഓപ്ഷൻസുകളും നമുക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് എനേബിൾ ചെയ്തുകൊണ്ട് ഈ ഓപ്ഷൻസൊക്കെ നമുക്കിതിൽ ലഭ്യമാണ്. ഓക്കെ, ഡ്രൈവിനെ മാത്രം നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കീ നമ്മൾ വളരെ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സെൻട്രലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഡീക്രിപ്റ്റ് ചെയ്യണം. അതായത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതും കുറച്ച് സമയം എടുക്കും. ചില എനേബിൾ ചെയ്ത പോലെ തന്നെ അതും കുറച്ച് സമയം എടുക്കും അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ ഇനി ഈ ഡ്രൈവിന് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ റിമെമ്പർ ചെയ്ത് വയ്ക്കുക നമ്മൾ എന്താണ് പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇത് സെൻട്രലൈസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സെൻട്രലൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അലോൺ മെഷീൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയി. ഓക്കെ, ജസ്റ്റ് ഫോർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനത് കാണിക്കണേ. ഓക്കെ, ഇതേപോലെ തന്നെ ഈ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഡംപ് ചെയ്യണോ, അതായത് USB ഫ്ലാഷ് ഡ്രൈവിലേക്ക് ആക്കണോ, നമ്മുടെ ഒരു ഫയലിലേക്ക് ജനറേറ്റ് ചെയ്യണോ, കൂടാതെ പ്രിൻ്റ് ഔട്ട് എടുക്കണോ, ഇത്രയും 4 ഓപ്ഷൻസാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഇപ്പോൾ സേഫായിട്ട് ഞാനൊന്ന് ഇതാക്കി വയ്ക്കുക. സപ്പോസ് ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിക്രിപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴും നമ്മളെന്ത് ചെയ്യുമ്പോഴായാലും നമ്മൾ ജസ്റ്റ് എപ്പോഴും ഡാറ്റ എപ്പോഴും സേഫായിട്ടുള്ള ലൊക്കേഷനിൽ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത് നമുക്കല്ലാതും ഒരു 2 ഓപ്ഷൻസൊക്കെ എനേബിൾ ചെയ്തിട്ടേക്ക് എന്താ വെച്ചാൽ സേവ് ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡംപ് ചെയ്യാൻ സാധിക്കും. ഈ ഓപ്ഷൻസൊക്കെ മുന്നേ നമ്മൾ ഡ്രൈവിൽ നമ്മൾ ചെയ്തപ്പോൾ ഉള്ളത് തന്നെ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസൊക്കെ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. നേരത്തെ എടുത്ത പോലെ തന്നെ ഇതിനും സമയമെടുക്കും. നമ്മുടെ ഡിപ്പെൻഡ് അപ്പോൺ നമ്മുടെ ഹാർഡ് ഡിസ്കിലെ ഡാറ്റ. ഓക്കെ, ഞാനത് ജസ്റ്റ് പ്രൊസീഡ് ചെയ്തിട്ടില്ല. മറ്റേ ഡ്രൈവ് ഇപ്പോഴും ഡിക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കതേപോലെ തന്നെ ഈ പെൻ ഡ്രൈവിന് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഒന്ന് ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ആയിരിക്കും മറ്റേ റിക്കവറി കീ ചോദിച്ചുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെ ആയിരിക്കും നമ്മൾ റിക്കവറി കീ കൊടുത്താലും നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്ത് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതാണ് കാണിച്ച മോഡൽ. അപ്പോൾ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.